വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ അനുബന്ധ വസ്തുതകൾ ഉള്ളതും കൂടി നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ് ഒരു ചോദ്യം, അതായത് അതെന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. UNOയില് ഇപ്പോ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്ന്. അപ്പൊ അതിന്റെ അനുബന്ധ വസ്തുതകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല. UNOയിൽ നിലവില് 193 അംഗങ്ങളാണ് ഉള്ളത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ UNOയിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാ? 193. അടുത്ത ചോദ്യം ഇതാണ്: ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായിട്ട് ലയിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ബാങ്കായത്? അപ്പൊ ആസ്തി അഥവാ അസറ്റ് എന്ന് നമ്മൾ പറയും. ആസ്തിയുടെ അടിസ്ഥാനത്തില് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്ക് ഏതാ എന്നാണ് ചോദിച്ചത്. കുറച്ച് നീട്ടി വലിച്ച് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ ബാങ്ക് മറ്റു ബാങ്കുകളുമായിട്ട് ലയിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ, അസറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ തന്നെ വലിയ രണ്ടാമത്തെ ബാങ്കായി മാറി. ആ ബാങ്കിന്റെ പേര് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? ബാങ്ക് ഓഫ് ബറോഡ എന്നാണ്. എന്താണ് ബാങ്കിന്റെ പേര്? ബാങ്ക് ഓഫ് ബറോഡ. അപ്പൊ ഇന്ത്യയിലെ ആസ്തിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ വലിയ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ 1908 സ്ഥാപിച്ചത്. ബാങ്ക് ഓഫ് ബറോഡ 1908 സ്ഥാപിച്ചു ട്ടോ. അപ്പോ ആരാണ് ഇതിന്റെ സ്ഥാപകൻ? ബാങ്ക് ഓഫ് ബറോഡയുടെ സ്ഥാപകന്റെ പേര് സയാജി. എന്താണ്? സയാജി റാവു ഗെയ്ക്വാദ്. സയാജി റാവു ഗെയ്ക്വാദ് എന്നുള്ളതാണ് സയാജി റാവു ഗെയ്ക്വാദ് III. ഇദ്ദേഹമാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ സ്ഥാപകൻ. അപ്പൊ 1908 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ബറോഡയുടെ സ്ഥാപകൻ സയാജി റാവു ഗെയ്ക്വാദ് III എന്നാണ്. ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വലിയ രണ്ടാമത്തെ ബാങ്കായിട്ട് ബാങ്ക് ഓഫ് ബറോഡ മാറി. 2019 ഏപ്രിൽ മാസം 1-ാം തീയതി ബാങ്ക് ഓഫ് ബറോഡ, വിജയ ബാങ്ക്, അതുപോലെ തന്നെ ദേന ബാങ്ക്, രണ്ട് ബാങ്കുകളുടെ പേരാണ്. അപ്പൊ ബാങ്ക് ഓഫ് ബറോഡയില് വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നീ രണ്ട് ബാങ്കുകൾ ലയിപ്പിച്ചു. അങ്ങനെ ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ഇന്ത്യയിലെ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്ക് ആയത്? ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ എന്നാ രൂപീകരിച്ചേ? 1908 കേട്ടോ. ആരാണ് അതിന്റെ സ്ഥാപകൻ? സയാജി റാവു ഗെയ്ക്വാദ് III ആണ് അതിന്റെ സ്ഥാപകൻ. എന്റെ ശബ്ദത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വയ്യായി ഉണ്ട്. അപ്പോ അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കാട്ടോ. 2019 ഏപ്രിൽ 1-ന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച രണ്ട് ബാങ്കുകൾ ഏതൊക്കെയാണ്? വിജയ ബാങ്കും ദേന ബാങ്കുമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? ഇനി ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏതാ? ആസ്തിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോ ഇന്ത്യയിൽ വലിപ്പത്തിൽ 1-ാം സ്ഥാനമല്ല, 2-ാം സ്ഥാനമല്ലേ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക്? ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയില് 1-ാം സ്ഥാനത്തുള്ള ബാങ്ക് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? HDFC ബാങ്കാ പറയാ. ഏത് ബാങ്കാ പറയാ? HDFC പറയും. അപ്പൊ ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം HDFC, ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 2-ാം സ്ഥാനം ബാങ്ക് ഓഫ് ബറോഡ. ഇനി വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ച. ഇപ്പോ ഒന്ന് UNOയില് ഇപ്പോഴത്തെ എത്ര അംഗങ്ങളാ? 193 അംഗങ്ങൾ. അതിന്റെ ഡീറ്റെയിൽസ് ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായി, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏത് പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച്
ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡ. 1908 ബാങ്ക് ഓഫ് ബറോഡ സ്ഥാപിച്ചു. സയാജി റാവു ഗേക്വാദാണ് അതിന്റെ സ്ഥാപകൻ. വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നീ ബാങ്കുകൾ 2019 ഏപ്രിൽ 1 ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ലയിപ്പിച്ചു. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? നമ്മുടെ സംസ്ഥാനത്തെ, കേരളത്തിലെ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അല്ലെങ്കിൽ അതോറിറ്റിയുടെ അധ്യക്ഷൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? നമ്മൾ ഉത്തരം പറയണം പിണറായി വിജയനാണ്. ഓപ്ഷനില് 4 പേര് തന്നിട്ടുണ്ട്, അതിൽ പിണറായി വിജയനാണ് ആൻസർ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മുഖ്യമന്ത്രിയാണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതിന്റെ വൈസ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ ആരുടെ പേരാ പറയാ? വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. ഇനി ഇതിന്റെ സിഇഒ ആരാണ്? സിഇഒ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ചീഫ് സെക്രട്ടറി ആണ്. ആരാണ് സിഇഒ? ചീഫ് സെക്രട്ടറി ആണ്. ഇപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി, സിഇഒ ചീഫ് സെക്രട്ടറി. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ചെയർമാൻ ഓരോ ജില്ലയിലെയും കളക്ടറാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ഇപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമ്മുടെ ഇപ്പോഴത്തെ ആള്. അപ്പൊ അങ്ങനെ ആൻസർ കൊടുത്തു. ഇനി വൈസ് ചെയർമാൻ പദവിയിൽ ആരാ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും റവന്യൂ മന്ത്രി കെ രാജനല്ലേ. സിഇഒ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ആന്ന് പറയും. കളക്ടർ ആരാന്ന് ചോദിച്ചാൽ ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ജില്ലാ കളക്ടറാന്ന്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കാൻ, എന്തിനെ സംരക്ഷിക്കാൻ? പുൽമേടിനെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ വന്യജീവികളെ സംരക്ഷിക്കണം. ഈ ഉദ്ദേശത്തോടു കൂടി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന, എവിടെ? മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവ് പുൽമേട് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവിന്റെ പേര് അറ്റുപാടി എന്നാണ്. എന്താണ്? അറ്റുപാടി. എന്താ അതിന്റെ പേര്? അറ്റുപാടി കൺസർവേഷൻ റിസർവ്, അറ്റുപാടി ട്ടോ. ശരിക്കും എന്താ പറയുന്നത്? മഹാരാഷ്ട്രയിലെ ഒരു പുതിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരാണ് അറ്റുപാടി എന്ന് പറയുന്നത്. ഈ അറ്റുപാടിയില് സംരക്ഷിക്കുന്നത് കാട്ടുനായ്ക്കളാണ്. അപ്പൊ കാട്ടുനായ്ക്കളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന ഒരു സംരക്ഷണ കേന്ദ്രമാണ് അറ്റുപാടി ട്ടോ. അപ്പൊ പുൽമേട് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന കൺസർവേഷൻ റിസർവും ആണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ വന്യജീവി സങ്കേതവുമാണ്. ഇത്രയും ചോദ്യം ക്ലിയർ ആയോ? 5 ക്വസ്റ്റ്യൻ ആയി നമ്മൾ പഠിക്കണം. അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചത് ഇതാണ്, ട്രെയിൻ 18. ഇപ്പൊ തന്നെ നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കണേ കേട്ടോ. ട്രെയിൻ 18 എന്നറിയപ്പെടുന്നത് ഏത് ട്രെയിനാണ്? ഏത് ട്രെയിനാ ട്രെയിൻ 18 എന്ന് വിളിക്കുന്നത്? വന്ദേ ഭാരത് ആണ്. അപ്പൊ വന്ദേ ഭാരതിന്റെ മറ്റൊരു പേരാണ് ട്രെയിൻ 18. വന്ദേ ഭാരതിന്റെ മറ്റൊരു പേരെന്താണ്? ട്രെയിൻ 18. അപ്പൊ ട്രെയിൻ 18 വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 2019 ജാനുവരി 27 ട്രെയിൻ 18 വന്ദേ ഭാരത് എന്ന 2019 കേട്ടോ. ട്രെയിൻ 18 വന്ദേ ഭാരത് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടത് 2019 ജാനുവരി 27 ജാനുവരി 27 എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3
ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് എന്താണ്? ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം എന്നാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരെന്താ? വിക്രം എന്നാണ്. ചന്ദ്രയാനെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടെ പറയണില്ല. അടുത്തതും നമ്മൾ കുറേയധികം പ്രാവശ്യം PSC പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ പഠിച്ചിട്ടുള്ളതാണ്. ടോക്കിയോ ഒളിമ്പിക്സില് നമ്മുടെ നീരജ് ചോപ്ര, ടോക്കിയോ ഒളിമ്പിക്സില് നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തില് സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണെന്നറിയാലോ? 87.58 മീറ്റർ. ഇത് എത്ര പ്രാവശ്യം ചോദിക്കണു അല്ലെ? 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ കണ്ടു. 87.58 മീറ്റർ. ഒളിമ്പിക്സില് അത്ലറ്റിക്സ് എടുക്കുമ്പോ അത്ലറ്റിക്സില് സ്വർണം നേടുന്ന അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ, അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നീരജ് ചോപ്ര. അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? നീരജ് ചോപ്ര. അതും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ എന്താണ്? അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ ട്ടാ. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കർ ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ്? ദ സോൺ. എന്താണ്? ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ട്ടാ. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തില് 2024 ഓസ്കർ പുരസ്കാരം ലഭിച്ച സിനിമ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തില് 2024 ഓസ്കർ പുരസ്കാരം ലഭിച്ചത് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് അതൊന്ന് പഠിച്ചാലോ? 96ാമത്തെ ഓസ്കർ പുരസ്കാരം. 96ാമത്തെ ഓസ്കർ പുരസ്കാരം ഒന്ന് പഠിച്ചു വെക്കാൻ നിങ്ങള്. അതിലെ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. എന്താണ്? ഓപ്പൺഹൈമർ. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. ആരാണ് സംവിധായകൻ? ക്രിസ്റ്റഫർ നോളൻ. അപ്പൊ ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ ആണ് 96ാമത്തെ ഓസ്കാർ നേടിയ മികച്ച ചിത്രം. ഇനി മികച്ച നടൻ ആരാന്ന് പറഞ്ഞേ? മികച്ച നടൻ കിലിയൻ മർഫി. ആരാണ് മികച്ച നടൻ? മികച്ച നടൻ കിലിയൻ മർഫി. ഏത് സിനിമയിൽ അഭിനയത്തിന് അയാൾക്ക് മികച്ച നടൻ എന്ന് പറയുന്ന പൊസിഷൻ ലഭിച്ചത്? ഓപ്പൺഹൈമർ. ഏത് സിനിമയാ? ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ. ഇനി മികച്ച നടി ആരാണ്? മികച്ച നടി എമ്മ സ്റ്റോൺ. ഇതൊക്കെ ഞാൻ മുന്നേ നമ്മള് ഓസ്കർ എന്നുള്ളൊരു എന്താ പറയാ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. പൂവർ തിങ്സ് എന്നാണ് സിനിമ. പൂവർ തിങ്സ്. അടുത്തത് മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. അപ്പൊ ഏതായിരിക്കും സിനിമ? ഫസ്റ്റത്തെ നിങ്ങോട്ട് തിരിച്ചിട്ടാ മതി. ഓപ്പൺഹൈമർ. ഏതാ? ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമർ. ഇത്രയും ക്ലിയർ ആയില്ലേ? 2024 ഏറ്റവും അധികം ഓസ്കർ പുരസ്കാരങ്ങള് നേടിയ സിനിമ ഓപ്പൺഹൈമർ ആണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ. എത്ര പുരസ്കാരം നേടി? 7 പുരസ്കാരമാണ് നേടിയത്. 7 നേടിയത് കേട്ടാ. അപ്പൊ ഇത്രയൊന്നും പറഞ്ഞേ. 96ാമത്തെ ഓസ്കർ പുരസ്കാരം. മികച്ച ചിത്രം ഓപ്പൺഹൈമർ അല്ലെ? സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. ഏത് സിനിമ? ഓപ്പൺഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോൺ. ഏത് സിനിമ? പൂവർ തിങ്സ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. സിനിമ ഓപ്പൺഹൈമർ. ഏറ്റവും കൂടുതൽ ഓസ്കർ പുരസ്കാരങ്ങൾ നേടിയ 2024 നേടിയ സിനിമ ഓപ്പൺഹൈമർ. എത്ര പുരസ്കാരം നേടി? 7 പുരസ്കാരം നേടി. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? 96ാമത്തെ ഓസ്കർ പുരസ്കാരം ചിത്രം ഓപ്പൺഹൈമർ. സംവിധായകൻ
ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കിലിയൻ മർഫി, സിനിമ ഓപ്പൺഹൈമർ, മികച്ച നടി എമ്മ സ്റ്റോൺ, സിനിമ പുവർ തിങ്സ്, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, സിനിമ സോറി ആ സിനിമ ഓപ്പൺ ഹൈമർ. ഇനി 2024 ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ഓപ്പൺ ഹൈമർ, 7 പുരസ്കാരം ലഭിച്ചു. അടുത്ത ചോദ്യം, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ്, ശ്രദ്ധിക്കുക പരീക്ഷയുടെ ചോദ്യമാണ് ജിയോ ടാഗിംഗ്, സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ സംസ്ഥാനം ഏതാണ്? ഏതാ സംസ്ഥാനം? കർണാടക. സംസ്ഥാനം കർണാടക. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ അധികം നിയമനങ്ങളായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നിയമനം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അത് നിയമനമായിട്ടല്ല ചോദിക്കണേ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാന്നാ ചോദിച്ചേട്ടോ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി. ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗൂട്ടറസ്. അപ്പൊ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആന്റോണിയോ ഗൂട്ടറസ് ഏത് രാജ്യക്കാരനാണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് ഇതിനെ നിയമനം എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അത് ഏത് രാജ്യക്കാരനാണ്? നമ്മൾ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. പോർച്ചുഗൽകാരനാണ്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരനാണ്. ആന്റോണിയോ ഗൂട്ടറസ് എവിടത്തുകാരനാണ്? പോർച്ചുഗലുകാരനാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇന്ന് ഇത്ര പഠിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം ചോദ്യങ്ങളായി നമ്മൾ പഠിക്കണു. അപ്പൊ എന്താ വെച്ചാ അനുബന്ധ വസ്തുതകൾ കൂടി ഉള്ളത് കൊണ്ട് കുറച്ചധികം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങളിപ്പോ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകളോളം പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാട്ടോ. അതായത് നിങ്ങള് ഇപ്പോ ഒരു 27ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. 27ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളില് എന്ത് പഠിച്ചു? കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളൊരു എത്ര എണ്ണം പഠിക്കാനാ ഉദ്ദേശിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു 123ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളില് ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.